അവന്തികയുടെ പേര് പറയുമെന്ന് അഭി ഒരിക്കലും കരുതിയിരുന്നില്ല. എന്താടാ, അവള് നല്ല കൊച്ചാ, പറ്റിക്കുന്ന സ്വഭാവമൊന്നും അല്ലെന്നാ എൻ്റെ മനസ്സ് പറയുന്നേ. മനു അഭിയെ നോക്കി പറഞ്ഞു. അത് ശരിയാവില്ലടാ, അവന് മാച്ചല്ല അവള്, അഭി പരിഭ്രമത്തോടെ പറഞ്ഞു. മനു തുടർന്നു. അങ്ങനെയൊന്നുമില്ല, അവര് മാച്ച. മാത്രമല്ല, നമ്മുടെ ആതിരയ്ക്ക് അവളെ പരിചയമുണ്ട്. അതുകൊണ്ട് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാകും. ഇത് കേട്ട അഭി അതിശയത്തോട് ചോദിച്ചു, ആതിരയ്ക്ക് പരിചയമുണ്ടെന്ന് നിനക്കെങ്ങനെ അറിയാം? എടാ, ഇന്ന് അവർ രണ്ടുപേരും സംസാരിക്കുന്നത് ഞാൻ കണ്ടു. അവർക്ക് നേരത്തെ പരിചയമുണ്ട്. അപ്പോൾ വേണ്ട ഹെൽപ്പൊക്കെ അവളോട് ചോദിക്കാലോ, മനു ചിരി അടക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞു. അത് വേണ്ട, അത് ശരിയാവില്ല. അഭി ആകെ അസ്വസ്ഥതയോടെ നിൽക്കുന്നത് കണ്ട മനുവിന് കാര്യം മനസ്സിലാവുന്നു. നിനക്കെന്താ, അവളെ ഇഷ്ടമാണ്, പിന്നെ നിനക്കെന്താ പ്രശ്നം? നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? അഭിയെ ഒന്ന് വട്ട് കളിപ്പിക്കാൻ മനു വീണ്ടും പറഞ്ഞു. നിന്നോടല്ലേ പറഞ്ഞേ അവളെ വിട്ടേക്ക്, വേറെ ആരെങ്കിലും നോക്ക്, അഭി ദേഷ്യത്തോടെ പറഞ്ഞു. നിനക്കെന്താ, അവളോട് പ്രേമമാണോ? മനുവിൻ്റെ ചോദ്യത്തിന് മുന്നിൽ അഭി ഒരു നിമിഷം നിശബ്ദനായി നിന്നു. മനു വീണ്ടും അഭിയോട് ചോദിച്ചു, പറയടാ, നിനക്ക് പ്രേമമാണോന്ന്? അഭി ഒന്നും മിണ്ടാതെ തിരിഞ്ഞു നിന്നു. അവിടേക്ക് വൈശാഖ് എത്തി. നിങ്ങൾ ഇവിടെ നിൽപ്പുണ്ടായിരുന്നോ? ഞാൻ എവിടെയൊക്കെ നോക്കി. ഇവനെന്താ ദേഷ്യപ്പെട്ട് നിൽക്കുന്നേ? എന്തു പറ്റി? അഭിയെ നോക്കി വൈശാഖ് ചോദിച്ചു. മനു അഭിയെ തിരിച്ചു നിർത്തി അവൻ്റെ കോളറിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, എടാ മോനെ അഭി, സത്യം പറയടാ, നിന്നെ കുറച്ച് ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു. നിനക്ക് പെട്ടെന്നൊരു മാറ്റം. അതിൻ്റെ കാരണം എനിക്ക് ഇപ്പോൾ അറിയണം. അഭി ഇടറിയ ശബ്ദത്തിൽ പറഞ്ഞു. മാറ്റമോ? എനിക്കോ? നിനക്ക് തോന്നിയതാകും. അവന് മാത്രമല്ല, എനിക്കും തോന്നിയിട്ടുണ്ട്. എന്തോ കാര്യമുണ്ട്, അതെനിക്ക് ഉറപ്പാ. പറയടാ, വൈശാഖ് മനുവിനൊപ്പം നിന്നുകൊണ്ട് അഭിയോട് ചോദിച്ചു. അഭി മനുവിൻ്റെ കൈ തട്ടിമാറ്റി പോകാൻ ശ്രമിച്ചപ്പോൾ മനു അഭിയെ തടഞ്ഞു നിർത്തി. നീ ഇത് പറയാതെ പോകുന്നില്ല. നിവൃത്തിയില്ലാതെ അഭി പറയാൻ തുടങ്ങി. എടാ, അത് പിന്നെ എനിക്ക് അവളോ? ഏതവള്? വൈശാഖ് കാര്യം തിരക്കി. ഓ, നീ ഒന്നും മിണ്ടാതിരി, അവൻ പറയട്ടെ, മനു വൈശാഖിനെ ശകാരിച്ചു. അഭി തുടർന്നു. എനിക്കവളെ ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ അറിയില്ല. പക്ഷേ അവൾ എൻ്റെ മനസ്സിൽ നിന്ന് മായുന്നില്ല. എന്തോ അവളിൽ എന്നെ പിടിച്ചു കെട്ടുന്നത് പോലെ. അപ്പോൾ നീ പെട്ടുമോനെ, മനു അഭിയെ ചേർത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞു. അല്ല, ഏതവളുടെ കാര്യമായി ഇവൻ പറയുന്നേ? വൈശാഖ് വീണ്ടും കാര്യം തിരക്കി. എടാ, അവന്തികയുടെ പേര് കേട്ടതും വൈശാഖ് ഒരു ഞെട്ടലോടെ പറഞ്ഞു. അഭി മോനെ, നീ അവളെ ഇഷ്ടമാണെന്ന് മാത്രം പറയല്ലേ പ്ലീസ്. നിങ്ങൾക്കറിയാലോ ഞാൻ അവളെ നോക്കുന്നുണ്ടെന്ന്. അഭി, ഞാൻ നിന്നോടും പറഞ്ഞതല്ലേ, നീ എന്നെ ചതിക്കല്ലേ. ഓ, ഇത് കേട്ടാ തോന്നും നീ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരേ ഒരു പെണ്ണിനെ ഇവൻ തട്ടിയെടുക്കുന്നത് പോലെയാന്ന്. എടാ, അവളുടെ കൂട്ടുകാരി അടക്കം നീ നോക്കുന്നില്ലേ? മനു ദേഷ്യത്തോടെ ചോദിച്ചു. അത് പിന്നെ ഏതാ വളയുന്നേ എന്നറിയില്ലല്ലോ, അതുകൊണ്ടാ ഞാൻ. മിണ്ടരുത് നീ. തൽക്കാലം നീ അവളെ വിട്ടേക്ക്, ബാക്കിയുള്ളവരെ നോക്ക്, മനു വൈശാഖിൻ്റെ വായടപ്പിച്ചു. നിങ്ങൾ തമ്മിൽ നല്ല മാച്ചാടാ, മനു പറയുന്നത് കേട്ട് അഭി അതിശയത്തോടെ നോക്കി നിന്നു. നീ എന്താ ഇപ്പോൾ ഇങ്ങനെ പറയുന്നേ? നീയല്ലേ അവളെ ഇവനെ സെറ്റാക്കണമെന്ന് പറഞ്ഞേ? അത് ഞാൻ നിന്റെ മനസ്സറിയാനൊന്ന് പറഞ്ഞതാ, മനു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇത് കേട്ട വൈശാഖ്, എടാ ദ്രോഹി നീ! എൻ്റെ പൊന്നു മോനെ, നിന്റെ ലിസ്റ്റിൽ വേറെ എത്രയോ പെൺകുട്ടികളുണ്ട്. ഇവളെ വിട്. ദേ, ഇവൻ ആദ്യമായിട്ടാണ് ഒരു പെണ്ണിനെ ഇഷ്ടമാണെന്ന് പറയുന്നത്. അവരാണ് പെർഫെക്റ്റ്. ഒരാൾ വയനലിസ്റ്റ്, മറ്റൊരാൾ പിയാനോയിസ്റ്റ്. ആഹാ, എന്താ ചേർച്ച! മനു പറഞ്ഞത് കേട്ട അഭി ഒന്ന് ചിരിച്ചു. അത് ശരിയാ. സാരമില്ല, വേറെ നോക്കാം. മനു പറഞ്ഞതുപോലെ നീ ആദ്യമായിട്ടല്ലേ ഒരു കൊച്ചിനെ നോക്കുന്നേ? അളിയ, അവളോട് എപ്പോഴാ പറയുന്നേ? വൈശാഖ് അഭിയോട് ചോദിച്ചു. പറയണം, ഒരു നെടുവീർപ്പോടെ അഭി പറഞ്ഞു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അഭിയും കൂട്ടുകാരും തമാശകൾ പറഞ്ഞ് ക്ലാസ്സിലിരിക്കുകയാണ്. പെട്ടെന്ന് മനു അഭിയോട് ചോദിച്ചു. അഭി, എങ്ങനാ, നീ പറയുന്നില്ലേ അവളോട്? പറയണം, പക്ഷേ എങ്ങനാണെന്ന് എനിക്കറിയില്ല.
അഭി ഒരു ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു. അതിനെന്താ ഇത്ര ആലോചിക്കാൻ? നേരെ ചെന്നങ്ങ് പറയണം, അത്ര തന്നെ, വൈശാഖ് പറഞ്ഞു. എടാ, നീ കാണുന്നവരോടൊക്കെ പറയുന്നത് പോലെയല്ല. എനിക്കെന്തോ അവളെ നേരിൽ കാണുമ്പോൾ പറയാൻ പറ്റുന്നില്ല. അഭി പറയുന്നത് കേട്ട മനു പറഞ്ഞു. കൊള്ളാം എന്ന് പറഞ്ഞാൽ എങ്ങനാ? നിനക്ക് എത്ര ചാൻസ് ഉണ്ട് പറയാൻ? എന്നും ഈവനിങ് ബാച്ചിൽ അവളെ കാണാൻ നീ മ്യൂസിക് സ്റ്റുഡിയോയിൽ പോകുന്നില്ലേ? അവിടെ വെച്ച് പറഞ്ഞൂടെ? ഏതെങ്കിലും ഒരു ചാൻസ് വന്നാൽ അപ്പം അങ്ങ് പറഞ്ഞേക്കണം. ഒന്നും നോക്കരുത്, ബാക്കിയൊക്കെ പിന്നെ നോക്കാം, വൈശാഖ് അഭിക്ക് ധൈര്യം നൽകിക്കൊണ്ട് പറഞ്ഞു. അപ്പോഴാണ് ആതിര അഭിയെ വന്ന് വിളിക്കുന്നത്. ദാ അഭി, വാ, നമുക്ക് പ്രാക്ടീസ് ചെയ്യണ്ടേ? കോളേജ് ഡേ അടുത്ത മാസമാ, നീ ഇങ്ങ് വന്നേ. അടുത്ത മാസം നടക്കുന്ന കോളേജ് ഡേ ഫംഗ്ഷന് അഭിയുടെയും കൂട്ടുകാരുടെയും പ്രോഗ്രാം ഉണ്ട്. അതിൻ്റെ റിഹേഴ്സലിൻ്റെ കാര്യമാണ് ആതിര അഭിയോട് പറഞ്ഞത്. അഭി ആതിരയുടെ കൂടെ പോകുന്നു.